ഇന്നൊരു വെറൈറ്റി പിക്കിളാണ്. അത് ഒരു മാമ്പഴം കൊണ്ടുള്ള ഒരു പിക്കിളാണ്. കുറച്ച് സ്വീറ്റ് ആൻഡ് സവർ ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പഴുത്ത മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊണ്ട് ചെത്തണമെന്ന് നിർബന്ധമില്ല, ഞാൻ തൊണ്ട് ചെത്തിയിട്ടില്ല. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് പഴുത്താണ്. അപ്പോൾ ഒന്ന് തൊണ്ടോട് കൂടിയാണ് വച്ചിരിക്കുന്നത്. തൊണ്ടോട് കൂടിയും അല്ലാതെയും നമുക്ക് ചെയ്യാം. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അല്പം മധുരമുള്ള മാമ്പഴമാണത്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 4-5 ഡേറ്റ്സ് ഈന്തപ്പഴം എടുക്കുന്നുണ്ട്. അത് ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്തായാലും ഈന്തപ്പഴം അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതിലേക്ക്. അതിനുശേഷം ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പിക്കിളായതുകൊണ്ട് നമ്മൾ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുന്നതിന് പകരം കടുക് പൊടി ഇട്ടാലും മതി പിന്നീട്. പക്ഷേ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. ചുവന്ന മുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് കീറിയിടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി, അതായത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ സമയത്ത്. എണ്ണ ചൂടായി കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. അതിൻ്റെ അളവ് കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടാം, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. പിന്നീട് ഇപ്പോൾ ചേർത്തത് കായമാണ്. അതൊരു 1.5 ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചേർത്തിരിക്കുന്നത് ജീരകപ്പൊടിയാണ്, ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ്. അതും 1 ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. മാമ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാമ്പഴവും ഡേറ്റ്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഗ്യാസ് കത്തിക്കണമെന്നില്ല, കാരണം ഓൾറെഡി അതിന് ചൂടുണ്ട്. ഒന്ന് വാടി കിട്ടിയേച്ചാൽ മതി. നന്നായിട്ട് ഇളക്കുക. ഉപ്പ് പാകത്തിനിടുക. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം അത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ല സ്പൈസിയാണ്, മധുരമുണ്ട്, നല്ലൊരു അപ്പിയറൻസ് തന്നെ നല്ലതാണ് ഇതിൻ്റെ. ഇനി നമ്മൾ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ശർക്കരയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി, അത്രയും ക്വാണ്ടിറ്റി മതിയാവും. അല്ല, മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലിടാം. ഇത് നമുക്ക് ഈ അച്ചാർ നമുക്ക് നല്ല ഇതിന് മധുരവും അല്പം പുളിപ്പും എല്ലാം ചേർന്ന്, എരിവുമൊക്കെ ചേർന്ന ഒരു അച്ചാറാണ്. മധുരമാണ് അല്പം മുമ്പിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് പിക്കിളായതുകൊണ്ട് നമ്മൾ കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട്. അതാണ് ആ ചെറിയ പുളിപ്പിന് കാരണം. വിനീഗർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. ഇവിടെ വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1.5 സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട് ഈ അച്ചാറിൻ്റെ കൂടെ ആറിക്കഴിയുമ്പോൾ. ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി അച്ചാറാണിത്.